എല്ലാവർക്കും എയ്സ് ആപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിൻ. നമുക്കിന്ന് ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, സമയവും ജോലിയും. ആ ചാപ്റ്ററിലെ ഒരു ബേസ് ആയിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം മിക്കവാറും എല്ലാവരും കണ്ടു പരിചയമുണ്ടായിരിക്കും. കുറേ പേര് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതിൽ തന്നെ ഒരു നല്ലൊരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കും. ഓപ്ഷൻസൊക്കെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നാണ് ഈ പറയുന്ന ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചോദ്യം. എന്താണെന്ന് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്: എ ഒരു ജോലി 20 ദിവസം കൊണ്ടും ബി അതേ ജോലി 40 ദിവസം കൊണ്ടും തീർക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കാണെങ്കിൽ 20 ദിവസം കൊണ്ട് ചെയ്യുന്നു, ബി എന്ന് പറയുന്ന ആൾ ഒറ്റയ്ക്കാണെങ്കിൽ 40 ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്യുന്നത്. എങ്കിൽ രണ്ടുപേരും ചേർന്ന് ഇതേ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നതാണ് ചോദ്യം. ഇത് ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഏറ്റവും ചെറിയ ഒരു ചോദ്യമാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എ എത്ര ദിവസം എടുക്കുന്നു, ബി ഇത്ര ദിവസം എടുക്കുന്നു, രണ്ടുപേരും ചേർന്ന എത്ര ദിവസം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ് നമ്മൾ എപ്പോഴും എക്സാം ബേസിൽ നമ്മൾ എപ്പോഴും ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഷോർട്ട് കട്ടിൽ ഒറ്റ സ്റ്റെപ്പ് വരുന്നുള്ളൂ. ഓക്കെ, എന്താണ് ഷോർട്ട് കട്ട്? എ ഇത്ര ദിവസം, ബി ഇത്ര ദിവസം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്ന് എത്ര ദിവസം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ടാണ് എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഓക്കെ, എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. മറന്നു പോരുത്, എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. എയും ബിയും ഗുണിക്കുക, എയും ബി തമ്മിൽ കൂട്ടിയ താഴെ കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ അവരെന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെ നോക്കാം? എയുടെ ദിവസം എന്ന് പറയുന്നത് 20 ദിവസം, ബിയുടെ ദിവസം എന്ന് പറഞ്ഞാൽ 40 ദിവസം. ഇനി താഴെ വരേണ്ട സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? എയും ബിയും കൂട്ടിയ സംഖ്യയാണ് താഴെ വരേണ്ടത്. എയും ബിയും കൂട്ടുമ്പോൾ എത്രയും നോക്കിയേ, 40ഉം 20ഉം എന്ന് പറയുമ്പോൾ 60. 20 എന്ന് പറഞ്ഞ സംഖ്യ 60ൽ 3 പ്രാവശ്യം പോവും. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 40 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഉത്തരം ഇതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നു, 40ന് കറക്റ്റായിട്ട് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? 40 ഹരിക്കണം 4 ആണെങ്കിൽ 10 ആണ്. പക്ഷെ അതല്ല. അപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. നോക്കി, ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 12.5, 16 2/3, 13 1/3, 10. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഹരിക്കാൻ പറ്റാത്ത സംഖ്യകളെ നമ്മളെപ്പോഴും ആൻസർ എഴുതുന്നത് ഏത് രൂപത്തിലായിരിക്കും? മിശ്രഭിന്ന രൂപത്തിലായിരിക്കും. അറിയാലോ എങ്ങനെ മിശ്രഭിന്നാക്കുക? 40നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 40നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും നോക്കിയേ? ഒരു പ്രാവശ്യം പോയി 3 പോയിട്ട് ബാക്കി 1, 10. 3 പ്രാവശ്യം പോയിട്ട് 9 പോയിട്ട് ബാക്കി എത്രയായി? 1. ഇതാണ് ശിഷ്ടം വരുന്ന സംഖ്യ. അപ്പോൾ മനസ്സിലാവുന്ന പോയിന്റ് എന്താ? 40 എന്ന് പറയുന്ന സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 13 പ്രാവശ്യം കറക്റ്റായിട്ട് ഹരിച്ചു പോയിട്ട് ബാക്കി എത്ര വന്നു? 1 വന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ നമുക്കതിനെ മിശ്രഭിന്ന രൂപത്തിലാക്കുമ്പോൾ എത്ര ആൻസറും വരിക? 40നെ 3 കൊണ്ട് അടിച്ചപ്പോൾ 13 പ്രാവശ്യം കറക്റ്റായിട്ട് പോയി. ഓക്കെ, ഇനി 1 എന്ന് പറഞ്ഞ സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബാക്കി കിടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ബാക്കിയുണ്ട്. 13 1/3 ഡേയ്സ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഷോർട്ട് കട്ട് ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക, എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. ഓക്കെ ആണല്ലോ. നമുക്ക് സെയിം ചോദ്യം ഒന്നുകൂടി ചെയ്ത് പഠിക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം: പൈപ്പ് 1, ഓക്കെ, അല്ലെങ്കിൽ ഒന്നാമത്തെ പൈപ്പ് ഒരു ടാങ്ക് 6 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുന്നു. പൈപ്പ് 2 അതേ ടാങ്ക് 10 മിനിറ്റ് കൊണ്ട് നിറയ്ക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ടാങ്കിലോട്ട് 2 പൈപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒന്നാമത്തെ പൈപ്പിലൂടെയാണെങ്കിൽ ജസ്റ്റ് 6 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയും. രണ്ടാമത്തെ പൈപ്പിലാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയൂ. എങ്കിൽ 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ ടാങ്ക് എപ്പോഴായിരിക്കും നിറയുക? ഓക്കെ, അപ്പോൾ നോക്കിയേ, തൊട്ട് മുമ്പ് ചെയ്ത അതേ ചോദ്യമായിട്ട് സാമ്യത ഉണ്ടല്ലോ. എ ഒരു ജോലി, ബി ഒരു ജോലി, രണ്ടുപേരും ചേർന്ന് എത്ര? പൈപ്പ് 1, പൈപ്പ് 2 2 പൈപ്പും തുറന്നാൽ എത്ര? അപ്പോൾ സെയിം മെത്തേഡ് തന്നെ മതി, എ ബി ഡിവൈഡ് ബൈ എ പ്ലസ് ബി. നമുക്ക് ചെയ്ത് നോക്കാം. എത്ര വരും? 6 ഗുണിക്കണം 10 ഡിവൈഡഡ് ബൈ 2 തമ്മിൽ കൂട്ടുക, 10 + 6 16. ഓക്കെ, നമുക്കൊന്ന് വെട്ടിച്ചെറുതാക്കി നോക്കാം. വെട്ടിച്ചെറുതാക്കുമ്പോൾ 6 എന്ന് പറഞ്ഞ സംഖ്യ 2 3 പ്രാവശ്യം പോവും, 16ൽ 8 പ്രാവശ്യം പോവും. ഓക്കെ ആണല്ലോ. 8 എന്ന് പറഞ്ഞ സംഖ്യയിൽ 2 4 പ്രാവശ്യം പോവും, 10ൽ 5 പ്രാവശ്യം പോവും. അപ്പോൾ വന്നിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 15 ഹരിക്കണം 4 എന്നാണ്. അത്രയും മിനിറ്റ്. കാരണം ഉത്തരങ്ങൾ ഏതാണ്? മിനിറ്റിലല്ലേ ഇവിടെ പറയുന്നത്. നോക്കി, മിനിറ്റല്ലേ. അപ്പോൾ എനിക്ക് ഉത്തരം കിട്ടിയത് എന്താണെന്ന് നോക്കി, 15 ഡിവൈഡഡ് ബൈ 4 മിനിറ്റ് എന്നാണ് ഉത്തരം കിട്ടിയത്. 15 ഡിവൈഡ് ബൈ 4 മിനിറ്റ്. ഓക്കെ, പക്ഷേ ഓപ്ഷൻ നോക്കിയേ, സംതിങ് ഡിഫറൻ്റ് ആയിട്ടാണ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. എന്താ ഓപ്ഷൻ നോക്കൂ? 4 മിനിറ്റ് 12 സെക്കൻഡ്, 5 മിനിറ്റ് 30 സെക്കൻഡ്, 3 മിനിറ്റ് 30 സെക്കൻഡ്,
3 മിനിറ്റ് 45 സെക്കൻഡ്. ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻസിൽ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ചെയ്ത് പഠിക്കുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമായിരിക്കും ഇതെന്ന് പറയുന്നത്. കാരണം ആരെങ്കിലും ഒരു ബുക്ക് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ചോദ്യം ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? അവരെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിൽ ഓപ്ഷൻസ് എങ്കിലും ഇത്തിരി ഡിഫറൻ്റ് ആക്കി തരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ കണ്ട് കൺഫ്യൂഷൻ വരരുത്. എങ്കിൽ 15/4 മിനിറ്റിന് എങ്ങനെയാണ് നമ്മൾ ഈ തന്ന ഓപ്ഷൻസിലോട്ട് മാറ്റാൻ നോക്കുക, ശ്രദ്ധിക്കൂ. ഓക്കെ, 15/4 മിനിറ്റ്. നമുക്ക് ആദ്യം 15നെ 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. കാരണം കറക്റ്റ് അടിച്ചു പോകാത്ത സംഖ്യകളെ നമ്മൾ മിശ്ര ഭിന്ന രൂപത്തിലാണ് എഴുതുക എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ മിശ്ര ഭിന്നമാക്കുമ്പോൾ എത്ര വരും നോക്കൂ. 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3 പോയിട്ട് 12 വരെ പോയിട്ട് ബാക്കി എത്ര വരും? 3. ഓക്കെ ആണല്ലോ? ഈ കിട്ടിയ ഉത്തരത്തിന് എന്ത് മനസ്സിലായി? നമുക്ക് ഈ 15/4നെ ഒന്ന് മാറ്റി എഴുതാൻ സാധിക്കും എന്ന് മനസ്സിലായി. എങ്ങനെ മാറ്റും? 15നെ 4 കൊണ്ട് ഹരിച്ചപ്പോൾ കറക്റ്റായിട്ട് 3 പ്രാവശ്യം പോയി. കറക്റ്റായിട്ട് 3 പ്രാവശ്യം പോയി. ഇനി ഏതിനെ ഏതുകൊണ്ട് ഹരിക്കാൻ ബാക്കിയുണ്ട്? ഇനി ഈ 3നെ 4 കൊണ്ട് ഹരിക്കാൻ ബാക്കിയുണ്ട്. ഏതാണ്? 3നെ 4 കൊണ്ട് ഹരിക്കാൻ ബാക്കിയുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 3നെ 4 കൊണ്ട് ഹരിക്കാൻ ബാക്കിയുണ്ടെന്ന് എഴുതി നോക്കാം. റെഡി? എഴുതി. ഇപ്പം കിട്ടിയ ആൻസർ 3/4 മിനിറ്റ് എന്നാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഓപ്ഷൻസ് നോക്കിയേ. ഓക്കെ, അപ്പം ഇത് എങ്ങനെ നമ്മൾ മാറ്റി എഴുതും? ഈ 3/4 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? 3 മിനിറ്റ്. ഓക്കെ, ഇനി എത്ര മിനിറ്റ് ഉണ്ട്? 3/4 മിനിറ്റ് എന്നാണ്. അതായത് 1 മിനിറ്റ് എത്രയാണോ അതിൻ്റെ 3/4 ഭാഗം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അറിയാലോ എല്ലാവർക്കും? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ്. അതിൻ്റെ 3/4 ഭാഗം. അതിൻ്റെ 3/4 ഭാഗം മനസ്സിലായല്ലോ? ഓക്കെ, 3/4 ഭാഗം എത്രയും നോക്കൂ. 4 എന്ന് പറഞ്ഞ സംഖ്യ 60ൽ 15 പ്രാവശ്യം. 15 ഗുണിക്കണം 3 45 സെക്കൻഡ്. 45 സെക്കൻഡ്. ഓക്കെ, അപ്പം 3/4 മിനിറ്റ് എന്നാണ്. 3/4 മിനിറ്റ് നമ്മൾ എങ്ങനെ എഴുതുക? 3 മിനിറ്റും 45 സെക്കൻഡും. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പോയിന്റ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 1 മിനിറ്റിൻ്റെ 3/4 ഭാഗം അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ 1/4 ഭാഗം. അപ്പോൾ 60 ഗുണിക്കണം 3/4 അല്ലെങ്കിൽ 60 ഗുണിക്കണം 1/5 അങ്ങനെയൊക്കെ എഴുതിയിട്ടാണ് ഈ മിനിറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാമെന്ന് ഒന്ന് ഓർമ്മയിൽ വയ്ക്കാം. കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിച്ചു. സെയിം ചാപ്റ്ററിൽ അല്ലെങ്കിൽ സെയിം മോഡലിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ ചോദ്യം തരുന്നു. ആ ചോദ്യം ഉത്തരങ്ങൾ വളരെ വേഗത്തിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം: രവി ഒരു ജോലി 12 ദിവസം കൊണ്ടും രാജു അതേ ജോലി 15 ദിവസം കൊണ്ട് തീർത്താൽ രണ്ടുപേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർക്കും? ഓപ്ഷൻസ്: 5/1/3, 6/2/3, 8/1/2, 6/3/4. ഓക്കെ, കമൻറ്റ് ബോക്സുകളിൽ കറക്റ്റ് ഉത്തരങ്ങൾ ഓപ്ഷൻ ABCD എന്ന് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.